എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ എൻ്റെ മകനെ ഒരു പ്ലാന്റ് പോയിട്ട് എന്തെങ്കിലും ഒരു വസ്തുതയുടെ കുലബന്ധം പോലും ഉള്ളതല്ലേ? ഇങ്ങനെ ഒരു എം എ ഒരു വലിയ സ്ഥാനത്തിരിക്കുന്നു. അദ്ദേഹം MP ആയിരുന്നു, എൻ്റെ സഹപ്രവർത്തനായിരുന്നു, MLA ഹോസ്റ്റലിൽ ഞങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തും റൂമിലായിരുന്നു. എന്നിട്ട് പോലും എന്നോടൊന്നും ചോദിക്കാതെ എൻ്റെ മകന് ഓക്സിജൻ പ്ലാന്റ് ഉണ്ട്. അതുപോലെ ഒരു വാർത്ത ഏതോ ഒരു MLA അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചു, പാലക്കാട് ആരെങ്കിലും അങ്ങനെ MLA ഉണ്ടോ? ഇല്ല. തൃശ്ശൂരുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ആരാണ് ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ? എനിക്കറിയില്ല. അങ്ങനെ ഒരു MLAയുടെ ഭാര്യയായിട്ട് ഞാൻ ഫാമിലി പെൻഷൻ വാങ്ങുക എന്നൊക്കെ പറയുമ്പോൾ, പ്രചരിപ്പിക്കുമ്പോൾ എത്ര ഞാൻ 17 സ്കൂള് മുതൽക്ക് പ്രത്യേകിച്ച് അധ്യാപക രംഗത്ത്, അതിനുശേഷം 10-50 കൊല്ലമായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാം എന്നെക്കുറിച്ചാണ് ഇങ്ങനെ ഞാൻ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നു, എന്തൊക്കെയാണ് അതിൽ പറയുന്നത്. നിങ്ങളെല്ലാം ചെറുപ്പക്കാരാണല്ലോ, നിങ്ങൾക്കെല്ലാം അമ്മമാരുണ്ടല്ലോ. എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? എത്ര വൃത്തികെട്ട രീതിയിലാണ് ഈ പ്രചരണം നടക്കുന്നത്. അത് ഏതായാലും ഇത്രയും കൊള്ളരുതാത്ത. വിജിൻ വായന്തോട് വിവരണം വായിച്ചിരുന്നു. വിജിൻ, എന്താണ് PK ശ്രീമതിക്കെതിരെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നടത്തുന്ന പ്രചാരണം? നിങ്ങളാരും പ്രതികരിക്കും, നിങ്ങളാരും ചോദിച്ചിട്ടുമില്ല, എന്നോട് ആരും ചോദിച്ചില്ല ഇതുവരെ. എന്താണ് വസ്തുത? ഏതെങ്കിലും ഒരു പത്രക്കാരൻ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തക എന്നോട് ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചു ഈ കഴിഞ്ഞ 2-3 ദിവസം. ആരും ചോദിച്ചില്ല. പിന്നെ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപാകെ വന്നത്. ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം തന്നെയാണ്. കാരണം ഇത്രയേറെ അഭിമാനക്ഷതം, മാനത്തിന് ഇത്രയധികം കോട്ടം സംഭവിച്ച ഒരു സന്ദർഭം എത്രയോ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് വളരെ മോശമായിപ്പോയി. എൻ്റെ ഭർത്താവ് മരിച്ചു. ഭർത്താവ് അധ്യാപകനായിരുന്നു, ഞാനും അധ്യാപികയായിരുന്നു. 45 വയസ്സിന് വരെ ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചു. ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചത് 6ലും 7ലും ഞാൻ കണക്കും സയൻസുമാണ് ഞാൻ പഠിപ്പിച്ചത്. പലരും എന്നെക്കുറിച്ച് അങ്ങനെയൊന്നുമല്ല പറയാറ്, അധ്യാപികയല്ല എന്നൊക്കെയാണ്. അതിലൊന്നും എനിക്ക് വിഷമില്ല, പറയട്ടെ. പക്ഷെ ഇത് കുറച്ച് കടന്ന കയ്യായിപ്പോയി. ഇത് ഒരിക്കലും ഒരാളോടും, സ്ത്രീയോടെന്നല്ല പുരുഷനോടും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. എൻ്റെ ഭർത്താവിൻ്റെ പെൻഷൻ എനിക്ക് കിട്ടും അധ്യാപകൻ എന്നുള്ള നിലയിൽ. ഞാൻ വേറൊരാളുടെ പെൻഷൻ തേടി പോകേണ്ടുന്ന ഒരു വ്യക്തിയല്ല. അങ്ങനെ ഒരു പണത്തിന് വേണ്ടി പോകുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അമ്മയുടെ അച്ഛനും ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും അധ്യാപകരാണ്. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്ന പണം കൊണ്ട് സുഖമായി ജീവിക്കാൻ കഴിയുന്ന ഒരു കുടുംബമാണ് എൻ്റെത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഈ രൂപത്തിൽ ഞാൻ ഏതോ ഒരു MLA ആണോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ ആളുണ്ടോയെന്നും അറിയില്ല, അയാളുടെ പെൻഷൻ ഭാര്യ എന്നുള്ള നിലയിൽ അഭിനയിക്കാന്നല്ല, ഭാര്യ എന്നുള്ള നിലയിൽ നാട്യം നടിച്ച് എന്നിട്ട് പെൻഷൻ വാങ്ങുന്നു. ഇതാണ് അതിൽ വിവരാവകാശ രേഖ കിട്ടിയതാണെന്നാണ് അവർ പറയുന്നത്. എന്ത് വിവരാവകാശ രേഖയായാലും അത് ശരി. വിവരാവകാശ രേഖയാണെങ്കിലും ഒരു വാക്ക് എനിക്ക് അറിയാവുന്ന ആളാണല്ലോ. എൻ്റെ കണ്ണൂർ ജില്ലയിലുള്ള ആളാണല്ലോ അനിൽ നമ്പ്യാർ, അല്ലേ? ഒരു വാക്ക് എന്നോട്, ടീച്ചറെ, എന്നെ അറിയാത്ത ആളുമല്ല. ഞാൻ പറയുന്നത് കേൾക്കൂ. ഒരു വാക്ക് ഇങ്ങനെ വിവരാവകാശ രേഖയിൽ PK ശ്രീമതി ഇന്ന് മറ്റേതോ ഒരു വ്യക്തിയുടെ ഭാര്യ എന്നുള്ള നിലയിൽ പെൻഷൻ വാങ്ങുന്നു. ഇതെന്താ ടീച്ചറെ, വിവരാവകാശത്തിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, ടൈപ്പ് എററാണോ, അതല്ല വേറെ എന്തെങ്കിലും തെറ്റായിട്ടുള്ളതാണോ, ആരെങ്കിലും കൂട്ടിച്ചേർത്തതാണോ, ഇത് എന്താണ് വസ്തുത? എന്നോട് അനിൽ നമ്പ്യാർക്ക് ചോദിക്കാം. അനിൽ നമ്പ്യാരും ഞാനും അറിയാത്തവരല്ല. അനിൽ നമ്പ്യാർ തലശ്ശേരിയിലുള്ള ആളാണ്. എൻ്റെ അടുത്ത ബന്ധു വീട് അനിൽ നമ്പ്യാരുടെ വീട്ടിനടുത്തുണ്ട്. അറിയാത്ത ആളല്ല. അനിലിനെ ചോദിക്കാം എന്നോട്. അനിൽ ഇത് പറയുമ്പോൾ, അനിൽ ഈ ജനൻ TVയുടെ MDO മറ്റാണല്ലോ അനിൽ. ഞാൻ പറയുന്നത്, എന്നെപ്പോലെ ഒരു പൊതുപ്രവർത്തകയെ ഈ രൂപത്തിൽ ഈ മാനം കെടുത്താൻ വേണ്ടി കരുതിക്കൂട്ടി ഇങ്ങനെ പറയുന്ന ഇത്തരത്തിലൊരു പ്രചരണം നടത്തുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? പിന്നെ നിരവധി കേസുകൾ ഞാൻ പലതിലും കൊടുത്തിട്ടുണ്ട്. ഒരു തരത്തിലും ഈ പൊതുപ്രവർത്തന രംഗത്ത് വന്നിട്ട് ഒരു പൈസയുടെ ഏതെങ്കിലും തരത്തിലുള്ള, ഇപ്പം ഞാൻ മിനിസ്റ്ററായിട്ട് പിന്നീട് വന്നത് UDF ഗവൺമെൻറ്റാണ്. ഒരഴിമതി ആരോപണം ഉന്നയിക്കാൻ ഇടയാക്കാത്ത വിധത്തിൽ ഭരിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരാവശ്യം എനിക്കില്ലതാനും. എൻ്റെ ഈ സംസ്ഥാനത്തോ വേറെ എവിടെയെങ്കിലും ഒരു തരത്തിലും എന്തെങ്കിലും
ഈ സാമ്പത്തികത്തിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്തു എന്ന് പറയാൻ ആർക്കും കഴിയില്ല. ഞാൻ അങ്ങനെ അഴിമതി രഹിതമായിട്ട് തന്നെയാണ് എൻ്റെ പൂർണ്ണ ജീവിതം പൂർണ്ണമായിട്ടുള്ളത്.